ഗ്ലോറി ടു ഗോഡ്. ലീവിംഗ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളേവരും ഞാൻ ചേർന്ന് സാധിച്ചു. ഇതൊരിക്കൽ കൂടി തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം എന്നെ സഹായിച്ച എല്ലാ വഴികൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, പ്രാരംഭമായി ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്യിക്കുന്നത് അയർലൻഡിൽ നിന്നും അജോഷ് തോമസ് ആണ്. തൻ്റെ പ്രാർത്ഥന വിഷയം എന്ന് പറയുന്നത് തൻ്റെ ഫാമിലി വിസ ലഭിക്കേണ്ടതിന് വേണ്ടിയാണ്. താൻ ചില മാസങ്ങൾക്ക് മുമ്പേ അവിടെ അയർലൻഡിൽ തൻ്റെ ഫാമിലിയെ കൊണ്ടുവരാനായിട്ട് വിസ സബ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. അതിനകത്തുനിന്ന് ഒരത്ഭുതമായ റിസൾട്ട് വേഗത്തിൽ വെളിപ്പെടുകയും വിസ സ്റ്റാമ്പ് ചെയ്യപ്പെടുകയും ചെയ്യേണ്ടതിനായിട്ട് പ്രാർത്ഥന വിഷയം ചോദിക്കുന്നു. ദൈവത്തിനകത്ത് വേഗത്തിലൊരു അത്ഭുതം ചെയ്യേണ്ടതിനായിട്ട്, ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരേണ്ടതിനായിട്ട് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ഈ മകളെ ആ ദേശത്തിൽ എല്ലാ നിലയിലും ദൈവം മാനിക്കേണ്ടതിനായിട്ട്, ദൈവത്തിൻ്റെ കരം വെളിപ്പെട്ട് വരേണ്ടതിനായിട്ട് എൻ്റെ കൂടെ എത്ര പേർ ഈ മകന് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ വിശ്വസിക്കുന്നു ഈ എപ്പിസോഡ് കഴിയുമ്പോൾ ആർക്കും കടക്കാരനല്ലാത്ത ദൈവം തൻ്റെ വിഷയത്തിന് ഒരു മറുപടി അയക്കാൻ പോവുകയാണ്. എൻ്റെ കർത്താവ് കടക്കാരനല്ലെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവർ ഒരുമിച്ച് എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഈ മിനിറ്റിൽ ഈ മകന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇതേപോലെ കുടുംബമായി ഒരുമിച്ച് താമസിക്കാൻ കഴിയാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ഈ സമയത്ത് പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിക്കുന്നു. വലിയ ദൈവപ്രവൃത്തി, വലിയ ദൈവത്തിൻ്റെ കരം വെളിപ്പെടാൻ പോകുന്നു. നമുക്ക് ഒരുമിച്ച് കണ്ണുകൾ അടയ്ക്കാം. പ്രിയ ബ്രദറിൻ്റെ കുടുംബത്തിനുമായിട്ട് പ്രാർത്ഥിക്കാം. അത്ഭുതകരമായൊരു വിടുതൽ ഞാൻ വിശ്വസിക്കുന്നു. ഇതൊരു വലിയ സാക്ഷ്യമായി തീരാം. കണ്ണുകൾ അടയ്ക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ അജോഷ് ബ്രദറിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തൻ്റെ കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇവർ ഒരുമിച്ച് താമസിക്കാനുള്ള വഴി ഇപ്പോൾ അങ്ങ് തുറക്കുന്നതിനായി നന്ദി. അയർലൻഡിലെ വിസ അങ്ങ് അപ്രൂവ് ചെയ്യുന്നതിനായി നന്ദി. യേശുവേ, പൂർണ്ണമായി ഞാൻ ഈ വിഷയത്തെ ഞങ്ങളുടെ കരത്തിൽ ഏൽപ്പിക്കുന്നു. ഒരു വലിയ സാക്ഷ്യമായി ദൈവത്തിൻ്റെ പ്രവൃത്തിയായി ഇപ്പോൾ വെളിപ്പെട്ട് വരികയാണ്. തമ്പുരാൻ്റെ കരം വെളിപ്പെടണമേ. യേശുവേ, തിരുരക്തത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥനയോട് വലിപ്പം ഇപ്പോൾ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി വെളിപ്പെട്ട് വരുന്നല്ലോ. അങ്ങയുടെ നാമത്തിൽ ചോദിക്കുന്നതൊക്കെയും ചെയ്യാമെന്ന് പറഞ്ഞ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് വിസ ഇപ്പോൾ അപ്രൂവ് ആകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടതിനായി പ്രാർത്ഥിക്കുന്നു. യേശുവേ, തിരുവചനത്തിൻ്റെ ശക്തി ഇപ്പോൾ വെളിപ്പെട്ട് വരട്ടെ. ഞാൻ എൻ്റെ വചനം അയച്ചവരെ സൗഖ്യമാക്കുകയും അവരുടെ കുഴിയിൽ നിന്ന് കരകയറ്റുകയും ചെയ്യുമെന്ന് പറഞ്ഞു. വചനം അയച്ച കർത്താവെ, വചനം അയച്ച വിസ സ്റ്റാമ്പ് ചെയ്തതിനായി നന്ദി. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നതിനായി നന്ദി. ആർക്കും കടക്കാരല്ലാത്ത ദൈവം ഇപ്പോൾ ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിലും യേശുവിൻ്റെ രക്തത്തിലും ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വലിയൊരു ദൈവപ്രവൃത്തി വെളിപ്പെടുത്തണമേ. കർത്താവിൻ്റെ കരം ചലിക്കണമേ. ആ മകനെ ദേശത്തിൽ ജോലിയിൽ ഉയർത്തണമേ. ഈ കുടുംബമായിട്ട് ഇവർ ഒരുമിച്ച് താമസിക്കാൻ വിരോധമായി നിൽക്കുന്ന എല്ലാം ഞങ്ങൾ ശാസിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി ഇത് വെളിപ്പെട്ട് വരട്ടെ. കർത്താവെ, ഒരിക്കൽ കൂടെ ഈ പ്രാർത്ഥന വിഷയത്തെ ഞങ്ങളുടെ പാദപീഠത്തിൽ ഏൽപ്പിക്കുന്നു. അങ്ങ് ഈ വിഷയം ഏറ്റെടുത്തതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു എപ്പിസോഡിലോട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. കടന്നു വന്നാട്ടെ. പ്രിയരെ, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ തിരുവചനവുമായി ഒരിക്കൽ കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം എന്നെ സഹായിച്ച എല്ലാ വഴികൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, എൻ്റെ കഴിവോ എൻ്റെ മിടുക്കോ അല്ല, കർത്താവിൻ്റെ കരമാണ് ഓരോ പ്രാവശ്യവും നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ എന്നെ സഹായിക്കുന്നത്. ആ നിലയിൽ നിന്നുകൊണ്ട് ഇന്നത്തെ ഈ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ദൈവവചനത്തിൻ്റെ ആഴം നാം തിരിച്ചറിയണം. ദൈവവചനത്തിന് ദൈവത്തോളം ശക്തിയുണ്ട്. എന്നെ കേൾക്കുന്ന ഓരോ ദൈവമക്കളെ തിരിച്ചറിഞ്ഞുകൊണ്ട് പറഞ്ഞാട്ടെ, ദൈവവചനത്തിന് ദൈവത്തോളം ശക്തിയുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. എന്നെ കേൾക്കുന്നവരെ, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ സ്വീകരിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് സ്വീകരിച്ചോ. എൻ്റെ ദൈവത്തിൻ്റെ വചനത്തിന് ദൈവത്തോളം ശക്തിയുണ്ട്. അപ്പോൾ ഈ വചനത്തിനകത്ത് നിൽക്കുന്ന, ഈ വചന കേൾവിയിൽ ആഴമായി ശ്രദ്ധിക്കുന്ന ചിലരെ നോക്കി വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 3-ാമത്തെ വാക്യം പറയുന്നു, ഈ വചനം കേൾക്കുന്ന, ഈ വചനം വായിക്കുന്ന, ഈ വചനം പ്രമാണിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവനെന്നാണ്, ഭാഗ്യവാനെന്നാണ് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. ഞാൻ ആത്മാവിൽ നിങ്ങളെ നോക്കി വിളിച്ചു പറയുന്നു, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ചിലവർ ഇപ്പോൾ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് വായിക്കുന്ന ചിലവർ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് പ്രമാണിക്കുമെന്ന് തീരുമാനമെടുക്കുന്നവൻ അനുഗ്രഹിക്കപ്പെടുകയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ദൈവവചനത്തിൻ്റെ ശക്തിയെ തിരിച്ചറിഞ്ഞുകൊണ്ട്, കർത്താവെ, ഞാൻ ഈ വചനത്തിൻ്റെ കേൾവിയിൽ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആഴമായി സമർപ്പിക്കുന്ന ചിലരെ നോക്കി ഞാൻ വിളിച്ചു പറയുന്നു, വലിയ വിടുതലുകൾ സംഭവിക്കും. നമ്മുടെ ജീവിതത്തിനകത്ത് സമർപ്പണങ്ങൾക്ക് വലിയ സാധ്യതകളുണ്ട്. ഹല്ലേലൂയ. നാം രക്ഷിക്കപ്പെട്ടതും ഇന്ന് ഈ തിരുവചനത്തിന് മുമ്പിൽ ഇരിക്കുന്ന ഒരു തീരുമാനമാണ്. ഹല്ലേലൂയ. ഈ 20 മിനിറ്റുകൾ ഇനി മറ്റെങ്ങോട്ടും പോകാതെ പ്രാർത്ഥനയോടെ ഇത് കേൾക്കുമെന്നുള്ളൊരു തീരുമാനമാണ്. അതിനകത്ത് തന്നെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് എടുക്കുന്ന നല്ല
തീരുമാനങ്ങൾ, നല്ല ഡിസിഷനുകൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വഴിത്തിരിവുകളെ കൊണ്ടുവരും, അസാധാരണമായ വിടുതലുകളെ കൊണ്ടുവരും. ഒന്നുകൂടെ പറഞ്ഞാൽ പത്രോസ് ഇതാ യേശുവിന് വേണ്ടി ആ പടക് വിട്ടുകൊടുക്കുന്ന നല്ലൊരു തീരുമാനമാണ്. ഒരുപക്ഷെ പത്രോസിന് പറയാം, ഈ കടലിലെ മുഴുവൻ ചരിത്രം അറിയാവുന്ന എനിക്ക്, വർഷങ്ങളായി കടലിൽ പണിയെടുക്കുന്ന എനിക്ക് ഇനി ഒരു മീനും കിട്ടത്തില്ലെന്നുള്ളത് ഉറപ്പാന്ന് പറഞ്ഞുകൊണ്ട് പത്രോസിന് വേണമെങ്കിൽ വിട്ടിട്ട് പോകാം. പക്ഷെ പത്രോസ് പറയുന്നു, അതാ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒരു മീൻ പോലും ലഭിച്ചില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാൻ പോവുകയാണ്. എന്നെ കേൾക്കുന്നവരെ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, നിങ്ങളുടെ ഇന്നലത്തെ എക്സ്പീരിയൻസുകളെ വിട്ടിട്ട്, ഇന്നലത്തെ നിങ്ങളുടെ അനുഭവങ്ങളെ വിട്ടിട്ട്, ഇന്ന് കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുള്ള ആഴത്തിനകത്ത്, വചനത്തിൻ്റെ ആ ഉറപ്പിനകത്ത് നിന്നാൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, അബ്രഹാമിനോട് ചേർന്ന് നമുക്ക് ഒരുമിച്ച് പറയുകയും വിശ്വസിക്കുകയും ചെയ്യാം, നീ മരിച്ചതിനെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യും. ഒന്നുകൂടെ എൻ്റെ കൂടെ, നീ മരിച്ചതിനെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യും. എൻ്റെ കൂടെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ പറഞ്ഞുകൊണ്ട്. കാരണം നമ്മുടെ മഹാപുരോഹിതൻ എന്ന് പറയുന്നത് ഏറ്റുപറച്ചിലിൻ്റെ മഹാപുരോഹിതനാണ്. ഹല്ലേലൂയ. നമ്മൾ വിശ്വാസം പറയുമ്പോൾ നമുക്ക് വേണ്ടി സ്വർഗ്ഗസിംഹാസനത്തിൻ്റെ വലതു ഭാഗത്തിരുന്നു കൊണ്ട് അവൻ ഏറ്റുപറയുകയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്ന് നിങ്ങളുടെ വിഷയത്തിനകത്ത് ചലനം ഉണ്ടാകാൻ പോവുകയാണ്. ഇന്ന് നിങ്ങളുടെ വിഷയത്തിനകത്ത് വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. ആത്മാവിൽ നിന്ന് പ്രാർത്ഥിക്കുക, ഒരു വലിയ ദൈവപ്രവൃത്തി സംഭവിക്കട്ടെ, ദൈവത്തിൻ്റെ കരം ചലിക്കട്ടെ. അപ്പാ, ഞങ്ങൾ ഒരുമിച്ച് വിശ്വസിക്കുന്നു, ദൈവം ജീവിക്കുന്ന ദൈവമാകിയാൽ, ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാകിയാൽ എൻ്റെ കൂടെ വിശ്വസിക്കുന്ന ഓരോരുത്തരും പ്രാർത്ഥിക്കുക. ഒരു ദൈവപ്രവൃത്തി സംഭവിക്കാൻ പോകുന്നു, ദൈവത്തിൻ്റെ കരം ചലിക്കാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അധികത്തിൽ വിശ്വസിക്കുന്നു, ഒരു വലിയ ദൈവപ്രവൃത്തി ഇപ്പോൾ എന്നെ കാണുന്ന ചിലവരുടെ മേലേക്ക് വെളിപ്പെടുകയാണ്. എന്നെ കാണുന്ന ചിലവർക്ക് ഇത് അത്ഭുതകരമായൊരു വാതിലായി തീരാൻ പോവുകയാണ്. ഞാൻ ഈ ദിവസങ്ങളെല്ലാം ചിന്തിക്കുന്നത്, വിശ്വസിക്കുന്നവന് വേണ്ടി ആ മണിക്കൂറിൽ തന്നെ ഒരു വാതിൽ തുറന്നു വരികയാണ് എന്ന് പറഞ്ഞാൽ, പത്രോസിനെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, കഴിഞ്ഞ മണിക്കൂറുകൾ നോക്കിയിട്ട് അവനൊന്നും കിട്ടില്ല. പക്ഷേ യേശുവിൻ്റെ വാക്കിന് അവൻ വലയിറക്കുമ്പോൾ ആ മണിക്കൂറിൽ അവന് വാതിൽ തുറക്കുകയാണ്. ഇതേപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ 12 വർഷമായ രക്തസ്രാവം, അവളുടെ സമ്പത്ത് നഷ്ടമായി, അവളുടെ ജീവിതത്തിലെ സമയം നഷ്ടമായി, എല്ലാം തീർന്നു, മരണത്തോട് അടുക്കുമ്പോൾ യേശുവിൻ്റെ വർത്തമാനം കേട്ട് അവൾ പറഞ്ഞു, ഞാൻ തൊട്ടാൽ രക്ഷപ്പെടുമെന്ന്. ഹല്ലേലൂയ. യേശുവിൻ്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ രക്ഷപ്പെടുമെന്ന് പറഞ്ഞുകൊണ്ട് അവൾ വസ്ത്രത്തിൽ തൊടുമ്പോൾ ഞാൻ ആത്മാവിൽ ഇങ്ങനെ വിളിച്ചു പറയുകയാണ്, 12 വർഷത്തെ അടഞ്ഞ വാതിലുകൾക്ക് മുമ്പിൽ ആ മണിക്കൂറിൽ അവിടെ വാതിൽ തുറന്നു വരിക. അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്ന് ഇതിനകത്ത് നിൽക്കുന്ന ചിലരെ നോക്കി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, നിന്റെ ജീവിതത്തിനകത്ത് നീ ചിന്തിക്കുന്നതിനേക്കാൾ വലിപ്പമുള്ള ഒരു സമയത തുറന്നു വരികയാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരികയാണ്. എൻ്റെ കൂടെ ബലത്തോടെ പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക. ആത്മമണ്ഡലത്തിൽ നിനക്ക് വേണ്ടി വെളിപ്പെട്ടിരിക്കുന്ന കരുതലുകൾ, നിനക്ക് വേണ്ടി തുറക്കാൻ പോകുന്ന ദൈവിക നന്മകൾ ഇപ്പോൾ വെളിപ്പെടാൻ പോവുകയാണ്. ദൈവത്തോട് മുട്ടിപ്പായി ഞാൻ ആത്മാവിൽ ഈ ആരംഭത്തിൽ തന്നെ ചിലവരെ നോക്കി ദൂതകായി മാറുകയാണ്. മുട്ടുന്നവന് തുറക്കപ്പെടും, അന്വേഷിക്കുന്നവൻ കണ്ടെത്തും. ഹല്ലേലൂയ. യാചിക്കുന്നവന് ലഭിക്കുമെങ്കിൽ മടുക്കാതെ നിൽക്കുന്ന ചിലവർക്ക് ഈ മണിക്കൂറുകളിൽ ഒരു വാതിൽ തുറന്നു വരാൻ പോകുന്നു. നിന്റെ സമയം തിരിയാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് നാളുകൾ കാണാത്ത എന്തോ ഒരു വലിപ്പം ഇപ്പോൾ തുറന്നു വരാൻ പോകുന്നു. കാരണം എന്തെന്ന് ചോദിച്ചാൽ, വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം പറയുന്നു, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, എങ്കിലും നീ എൻ്റെ വചനം കാത്തു, എൻ്റെ നാമം നിഷേധിച്ചതുമില്ല. വിശ്വസിക്കുന്ന ഓരോ ദൈവമക്കളും ഇപ്പോൾ ചേർന്നുകൊണ്ട് സ്വീകരിച്ചോ. എനിക്ക് മുമ്പിൽ ആർക്കും അടയ്ക്കാൻ പറ്റാത്തൊരു വാതിൽ ദൈവം തുറക്കുന്നു. ദൈവവചനത്തിനകത്ത് ആശ്രയിച്ച, ദൈവവചനത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു ദൈവവൈതലിനോട് ദൈവത്തിന് പറയാനുണ്ട്, ആർക്കും അടയ്ക്കാൻ പറ്റാത്തൊരു വാതിൽ നിന്റെ മുമ്പിൽ തുറന്നു വരികയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ വിശ്വാസത്തോടെ നേറ്റെടുത്തുകൊണ്ട് പറഞ്ഞാട്ട്, ഏത് പാറയും തകർക്കാൻ കഴിയുന്നതാണ് ദൈവത്തിൻ്റെ വചനം. ഒന്നുകൂടെ പറഞ്ഞാൽ, അന്ധകാരത്തിൽ വെളിച്ചം വെളിപ്പെടുന്ന പോലെ. 103-ാം സങ്കീർത്തനം അതിൻ്റെ 105-ാമത്തെ വാക്യം പറയാം, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശമാണ്. ഈ വചനത്തിൻ്റെ ശക്തി ചിലവരെ മേളിൽ ഇപ്പോൾ വലിയ വാതിലുകൾ തുറന്നു കൊടുക്കാൻ പോവുകയാണ്. 107-ാം സങ്കീർത്തനം അതിൻ്റെ 20-ാമത്തെ വാക്യം പറയുന്നു, ഞാൻ എൻ്റെ വചനം അയച്ചവരെ സൗഖ്യമാക്കുകയും അവരെ കുഴിയിൽ നിന്ന് കരകയറ്റുകയും ചെയ്യും. അങ്ങനെ ഈ വചന ചിന്തയിൽ ആഴമായി ഇരിക്കുന്ന ചിലരെ നോക്കി ഞാൻ വിളിച്ചു പറയുന്നു, ആ പാദപിടത്തിൽ നല്ല അംശം തിരഞ്ഞെടുത്ത മറിയെപ്പോലെയാണ് നീ ഇരിക്കുന്നത്. നിനക്ക് ലോകത്തിൻ്റെ വിചാരങ്ങളില്ല, എങ്ങനെ നാളെയാകുമെന്ന് അറിയത്തില്ല. പക്ഷേ എൻ്റെ ദൈവം എന്നെ നടത്താൻ ശക്തിയുള്ളവനാണെന്ന് നീ തിരിച്ചറിയുകയാണ്. എൻ്റെ ദൈവം നടത്താൻ ശക്തിയുള്ളവനാണെങ്കിൽ ഇപ്പോൾ മുതൽ നിൻ്റെ വഴി തുറക്കാൻ പോവുകയാണ്. ഇപ്പോൾ മുതൽ നിനക്ക് വേണ്ടി വിടുതലുകൾ വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. ആത്മാവിൽ പ്രാർത്ഥിക്കുക, ആത്മാവിൽ ചലിക്കുക. ദൈവത്തിൻ്റെ പ്രവർത്തികൾ ചലിക്കട്ടെ, ദൈവത്തിൻ്റെ പ്രവർത്തികൾ നിനക്ക് വേണ്ടി വെളിപ്പെട്ട് വരട്ടെ. ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്നവർ ഇപ്പോൾ മുതൽ ആഴമായിട്ട് പ്രാർത്ഥിച്ചു തുടങ്ങുക. ചിലവരുടെ ജീവിതത്തിനകത്ത് വലിയ ദൈവപ്രവർത്തികൾ സംഭവിക്കുകയാണ്. വലിയ ദൈവപ്രവർത്തികൾ. എൻ്റെ കൂടെ വിശ്വസിക്കുന്ന ഓരോ ദൈവമക്കളും ഇപ്പോൾ മുതൽ നിങ്ങൾ ഹല്ലേലൂയ ഒരുക്കത്തോടെ ഈ വചനത്തെ റിസീവ് ചെയ്യുവാനായിട്ട്. കാരണം വചനം അയക്കപ്പെടുന്നതാണ്. അയക്കപ്പെടുന്ന വചനത്തിൻ്റെ പ്രത്യേകത
അത് അതിൻ്റെ കാര്യം തികച്ച് അതിൻ്റെ ഇഷ്ടം സാധിപ്പിച്ചേ മടങ്ങിപ്പോകത്തോളെങ്കിൽ ഇത് അയക്കപ്പെടുന്ന വചനം നിങ്ങളുടെ വെളിയിൽ ചിലത് വെളിപ്പെടുത്തട്ടെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ചിലത് തുറക്കട്ടെ. ആത്മാവിൽ എൻ്റെ കൂടെ ഒന്ന് പ്രതികരിക്കുക. യേശു കടന്നു പോകുന്ന വഴിയിൽ തിമായിയുടെ മകനായി വൃത്തിയുമായി പ്രതികരിച്ചതുപോലെ എതിരുകളുടെ നടുവിൽ പ്രതികരിക്കുക. അസാധാരണമായത് എന്തോ ഒന്ന് ഈ മിനിറ്റിൽ സംഭവിക്കാൻ പോകുന്നു. എൻ്റെ കൂടെ ആത്മാവിൽ അഭിഷേകത്തിൽ ഉണർന്നാട്ടെ. ഇതാ നിങ്ങൾക്ക് വേണ്ടി അസാധാരണമായത് എന്തോ ഒന്ന് സംഭവിക്കുകയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്നത്തെ വചന ചിന്തയിലേക്ക് നമ്മൾ ഒരുമിച്ച് വരികയാണ്. വളരെ ശ്രദ്ധയോടെ നിങ്ങൾ എന്നോട് ഇടപെട്ട വചനം നിങ്ങളുടെ ജീവിതത്തിനകത്തും വലിയ മാറ്റം കൊണ്ടുവരുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അങ്ങനെ വിശ്വസിക്കുന്ന ചിലരെ നോക്കിയിട്ട് ഞാൻ വിളിച്ചു പറയുന്നു, ഇന്നലകളിൽ സംഭവിച്ച ആ അനുഭവങ്ങൾ ഇനിയും നിന്റെ ജീവിതത്തിൽ വരത്തില്ല. ഒന്നുകൂടെ ഒന്ന് പറയാം, സെയിം റിപ്പീറ്റേഷനുകൾ ദൈവം അനുവദിക്കത്തില്ല. ദാ നിന്റെ കണ്ണുനീരിൽ നിന്ന് നിനക്കൊരത്ഭുത വിടുതൽ, നിന്റെ ജീവിതത്തിനകത്തു നിന്ന് കഷ്ടപ്പാടുകളിൽ നിന്ന് വീണ്ടും കഷ്ടപ്പാടിലേക്കല്ല, ഒരത്ഭുതകരമായ മുന്നേറ്റം നിന്റെ മേളിൽ സംഭവിക്കാൻ പോകുന്നു. സെയിം റിപ്പീറ്റേഷനുകളെ ദൈവം ഇതാ അനുവദിക്കാതെ പുതിയത് ചെയ്യാൻ പോകുകയാണ്. ആത്മാവിൽ സ്വീകരിക്കുന്നവർക്ക് വേണ്ടി ഇതാ കുറിവാക്യത്തിലേക്ക് വരികയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം അതിൻ്റെ 18-19 വാക്യങ്ങളിലേക്ക്. മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിങ്ങൾ നിരൂപിക്കുകയും വേണ്ട. 19-ാമത്തെ വാക്യം, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അതിപ്പോൾ ഉത്ഭവിക്കും, നിങ്ങൾ അതറിയുന്നില്ലയോ? അതേ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്തും നദികളും ഉണ്ടാക്കും. ഈ കേട്ട വചനത്തിന് ഒരുമിച്ചൊന്ന് ആമേൻ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരുമിച്ച് ആമേൻ പറഞ്ഞു. ഇതിനകത്ത് 18-ാമത്തെ വാക്യമാണ് എൻ്റെ ജീവിതത്തിൽ ആഴമായി ദൈവം എന്നോട് സംസാരിച്ചത്. മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിങ്ങൾ നിരൂപിക്കുകയും ചെയ്യേണ്ട എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിനകത്ത് ഇന്നലകളിൽ വന്ന വേദനകൾ, ഇന്നലകളിൽ വന്ന ആ കണ്ണുനീര്, ആ അനുഭവങ്ങളിൽ നിന്ന് ഇന്ന് വീണ്ടും അതേ അനുഭവങ്ങൾ കടന്നു വരുമെന്ന് ഭാരപ്പെടുന്ന, അതേ അനുഭവങ്ങളിലേക്ക് പോകുമെന്ന് ചിന്തിക്കുന്ന ചിലരെ നോക്കി ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, സെയിം റിപ്പീറ്റേഷനുകൾ കടന്നു വരത്തില്ല. നിന്റെ കണ്ണുനീരിൽ ഒരു മറുപടി വരാൻ പോവുകയാണ്. നിന്റെ ജീവിതത്തിനകത്ത് നിന്റെ തലമുറ ആ എക്സാം പാസ്സാകാൻ പോവുകയാണ്. നിന്റെ കുടുംബത്തിനകത്തൊരു സന്തോഷത്തെ ദൈവം തുറന്നു തരാൻ പോവുകയാണ്. നീ ചിലതിനെ മറികടക്കാൻ പോവുകയാണ്. എൻ്റെ ദൈവത്തിൻ്റെ ശക്തിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇപ്പോൾ തന്നെ ആഴമായി സ്വീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സ്വീകരിച്ചോ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് അസാധാരണമായത് എന്തോന്ന് ഈ വചനചിന്തയിൽ വെളിപ്പെട്ട് വരികയാണ്. അപ്പോൾ എന്നെ കേൾക്കുന്നവരെ, മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിങ്ങൾ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അതിപ്പോൾ ഉത്ഭവിച്ചു വരും, അത് നിങ്ങൾ അറിയുന്നില്ല. ഇതാ ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്തും നദികളും ഉണ്ടാക്കും. എന്നെ കേൾക്കുന്നവരെ, എൻ്റെ കർത്താവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഈ വചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പുതിയത് തുറന്നു വരാം, പുതിയത് സംഭവിക്കാൻ പോവുകയാണ്. എൻ്റെ കൂടെ ആഴമായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആഴമായി പ്രാർത്ഥിച്ച് സ്വീകരിക്കുക. നിൻ്റെ ജീവിതത്തിനകത്ത് പുതിയത് സംഭവിക്കാൻ പോകുന്നു, പുതിയത് വെളിപ്പെട്ട് വരാൻ പോകുന്നു. എൻ്റെ കർത്താവ് കടക്കാരനല്ലെന്നുള്ളത് ആഴമായി നിന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് സ്വീകരിച്ചോ. എൻ്റെ കർത്താവ് നിനക്ക് വേണ്ടി പുതിയത് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ പുതിയത് എന്നുള്ള ആ അനുഭവത്തിൽ തന്നെ നിൽക്കുമ്പോൾ ഞാൻ ആരംഭത്തിലെ വാക്യം ഒന്നുകൂടെ ഓർപ്പിക്കുകയാണ്. മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിങ്ങൾ നിരൂപിക്കുകയും വേണ്ട എന്ന് പറഞ്ഞാൽ ജീവിതത്തിനകത്ത് കടന്നു വന്ന ആ അനുഭവങ്ങളിൽ ചിലവർക്ക് കരകയറാൻ പറ്റാതെ നിൽക്കുമ്പോൾ ഇന്നലകളിൽ വന്നതിനെ ഇതാ ബ്രേക്ക് ചെയ്തുകൊണ്ട് കർത്താവ് പുതിയതിലേക്ക് നിന്നെ നടത്താൻ പോവുകയാണ്. അതൊന്നും മനസ്സിലാകുന്നതിന് മുമ്പേ ഒരു ഭക്തന് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ കരുതൽ നാം തിരിച്ചറിയണം. ഈ 19-ാമത്തെ വാക്യം വരെ നമ്മൾ പ്രാർത്ഥിക്കുന്നവരും ചിന്തിക്കുന്നവരും ഒക്കെ അവിടം കൊണ്ട് വചനം സ്റ്റോപ്പ് ചെയ്യും. പക്ഷേ 20-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മരുഭൂമിയിൽ വഴി തുറക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണാൻ പറ്റും. 20-ാമത്തെ വാക്യം, ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എൻ്റെ ജനത്തിന് കുടിക്കുവാൻ കൊടുക്കേണ്ടതിന് ഞാൻ മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശത്ത് നദികളും നൽകിയിരിക്കുന്നത് കൊണ്ട് കാട്ടുമൃഗങ്ങളും കുറുക്കന്മാരും ഒട്ടക പക്ഷികളും എന്നെ ബഹുമാനിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഈ വാക്യത്തിനകത്ത് ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ട എൻ്റെ ജനത്തിന് കുടിക്കാൻ കൊടുക്കേണ്ടതിന് അവൻ മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശത്തും നദികളും തുറക്കുന്നതാണ്. ആഴമായി സ്വീകരിക്കാമെങ്കിൽ എൻ്റെ കൂടെ നിങ്ങളൊന്ന് വിശ്വസിച്ചുകൊണ്ട് പറ, എൻ്റെ കർത്താവ് എന്നെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്, എൻ്റെ കർത്താവ് എന്നെ കണ്ടിരിക്കുകയാണ്, എൻ്റെ കർത്താവ് എന്നെ കൈവിടാത്തവനാണ്. ഇതാ അവൻ്റെ കരം എൻ്റെ വെളിയിൽ വരികയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കരം ഉയർത്തിപ്പിടിച്ച് സ്വീകരിച്ചോ. കർത്താവ് നിന്നെ കണ്ടു എന്നുള്ളതാണ് ഏറ്റവും വലിയ ആഴം. കർത്താവ് നിന്നെ അറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ആഴം. എൻ്റെ കർത്താവ് നിന്നെ കൈവിടത്തില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ആഴം. അങ്ങനെ ഉണ്ടെങ്കിൽ വിശ്വാസത്തിൽ കർത്താവിനോടൊന്ന് പറ, കർത്താവ് എന്നെ കൈവിടാത്ത ദൈവത്തിൻ്റെ കരം ഇതാ എനിക്ക് വേണ്ടി പുതിയതായ തലകൾ തുറന്നു തരാൻ പോകുന്നു. സെയിം റിപ്പീറ്റേഷനുകൾ ആരോടൊക്കെയോ കർത്താവ് ഈ ആരംഭത്തിൽ തന്നെ വിളിച്ചു പറയുന്നു. ജോലിയിൽ ഒരു സ്ഥിരതയില്ലാതെ എപ്പോഴും ജോലി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചിലരെ നോക്കി ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു. റിപ്പീറ്റേഷനുകൾ ക്യാൻസലാകാൻ പോകുന്നു. നിനക്ക് നന്മ വരാൻ പോവുകയാണ്. നിന്റെ ജീവിതത്തിനകത്ത് അസാധാരണമായ ഒരു വിടുതൽ ഇപ്പോൾ സംഭവിക്കാൻ പോവുകയാണ്. ആ നിലകളിൽ നിന്നുകൊണ്ട് നമുക്ക് ഉൽപ്പത്തി പുസ്തകം
26 അധ്യായം ഒന്ന് ശ്രദ്ധിക്കാം. ഉൽപ്പത്തി പുസ്തകം 26 അധ്യായത്തിലേക്ക് നമ്മൾ ഓടി വരികയാണ്. അബ്രഹാമിൻ്റെ കാലത്തുണ്ടായ മുമ്പിലത്തെ ക്ഷാമം കൂടാതെ പിന്നെയും ആ ദേശത്തൊരു ക്ഷാമം ഉണ്ടായി. അപ്പോൾ ഇസഹാക്ക് ഹെരാരിൽ ഫെലിസ്ത്യരുടെ രാജാവായ അബീമേലെക്കിൻ്റെ അടുക്കൽ പോയി. 2-ാമത്തെ വാക്യം, യഹോവ അവന് പ്രത്യക്ഷനായി അരുളി ചെയ്തതെന്നാൽ, നീ മിസ്രയീമിലേക്ക് പോകരുത്, ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ദേശത്ത് പാർക്കുക, ഈ ദേശത്ത് താമസിക്കുക, ഞാൻ നിന്നോടുകൂടെ ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കും, നിനക്കും നിന്റെ സന്തതിക്കും ഈ ദേശമൊക്കെയും തരും, നിന്റെ പിതാവായ അബ്രഹാമിനോട് ഞാൻ ചെയ്ത സത്യം നിവർത്തിക്കും. നിങ്ങൾ എൻ്റെ കൂടെ ഇന്ന് വ്യക്തമായി കടന്നു വരണമേ. ഇതാ അബ്രഹാമിൻ്റെ കാലത്തുണ്ടായ അതേ ക്ഷാമം തൻ്റെ അടുത്ത തലമുറയായ ഇസഹാക്കിൻ്റെ ജീവിതത്തിലേക്ക് വരികയാണ്. റിപ്പീറ്റേഷൻ വരുന്നു. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ വിശ്വസിക്ക്, ഇതാ എൻ്റെ ദൈവം ഇസഹാക്കിൻ്റെ മുമ്പിൽ പ്രത്യക്ഷനാകുകയാണ്. എന്നെ കേൾക്കുന്നവരെ, അബ്രഹാം ക്ഷാമത്തിലൂടെ കടന്നുപോയെങ്കിൽ, അബ്രഹാം കരഞ്ഞ അനുഭവത്തിൽ, അബ്രഹാം ദൈവത്തെ വിളിച്ച അനുഭവത്തിൽ അടുത്ത തലമുറയിലേക്ക് ആ ക്ഷാമം കയറുവാൻ ദൈവം സമ്മതിക്കത്തില്ല. വിശ്വസിക്കുന്നതിനുണ്ടെങ്കിൽ ഇതാ ഇസഹാക്കിൻ്റെ മുമ്പിലേക്ക് ദൈവം വെളിപ്പെട്ടിട്ട് പറയാം, നീ മിസ്രയീമിലേക്ക് പോകണ്ട, ഞാൻ കാണിക്കുന്ന ഈ സ്ഥലത്ത് തന്നെ താമസിച്ചോ, നിനക്കും നിന്റെ സന്തതിക്കും ഞാൻ ഈ ദേശത്ത് തരാൻ പോവുകയാണ്. ആത്മാവിൽ സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ സ്വീകരിച്ചോ. അവിടെ ഒരു പദമുണ്ട്, ഞാൻ അബ്രഹാമിനോട് സത്യം ചെയ്തു, ഞാൻ നിവർത്തിക്കും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ, അബ്രഹാം എന്ന പിതാവിൻ്റെ കാലത്തുണ്ടായ ക്ഷാമത്തിൽ അബ്രഹാമിൻ്റെ കണ്ണുനീര് കണ്ട ദൈവം ഇതാ അവൻ്റെ തലമുറയെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. എൻ്റെ കൂടെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഈ വചനത്തിനകത്ത് നിന്നുകൊണ്ട് തന്നെ ആഴമായിട്ട് സ്വീകരിച്ചോ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് വന്ന റിപ്പീറ്റേഷനുകൾ തീരാൻ പോവുകയാണ്. ആ വലിയ ക്ഷാമത്തിനകത്ത് ഇതാ ഇസഹാക്ക് ദൈവത്തിൻ്റെ വാക്കിൽ വിതയ്ക്കുകയാണ്. ഞാൻ ആത്മാവിലിങ്ങനെയൊന്ന് പറയട്ടെ, അറിയാം, നിങ്ങളുടെ സമർപ്പണവും നിങ്ങളുടെ അനുസരണവും വലിയ വർധനവുകളെ കൊണ്ടുവരും. അബ്രഹാമും ഇസഹാക്കും ഒക്കെ ദൈവത്തെ അനുസരിച്ചതാണ് അവരുടെ ജീവിതത്തിനകത്തെ അനുഗ്രഹം എന്ന് പറയുന്നത്. ഇതേപോലെ ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലവർ അനുഗ്രഹിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആഴമായി സമർപ്പിക്കുക. നിന്റെ മേളിൽ അസാധാരണമായതൊന്ന് സംഭവിക്കാൻ പോകുന്നു. നിന്റെ മേളിൽ അസാധാരണമായ ഒരു വിടുതൽ സംഭവിക്കാൻ പോവുകയാണ്. എൻ്റെ കൂടെ വിശ്വസിക്കുന്ന ഓരോ ദൈവമക്കളും പ്രാർത്ഥനയോടെ ഇതിനെ കൈക്കൊള്ളാട്ടെ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലുത് സംഭവിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു വലിയ എഴുന്നേൽപ്പുണ്ടാകട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി ചലിക്കുന്നതിനായി സ്തോത്രം. ഇതാ ഇസഹാക്കിൻ്റെ വിതയെ ദൈവം മാനിക്കുകയും ആ ആണ്ടിൽ തന്നെ അവന് 100 മേനി കൊടുക്കുകയും ചെയ്യുന്നു. വിശ്വാസത്തിൽ സമർപ്പിക്കുന്നതിനുണ്ടെങ്കിൽ സമർപ്പിച്ചോ. നിന്റെ ജീവിതത്തിനകത്തൊരു വർധനവ് സംഭവിക്കാൻ പോവുകയാണ്. അടുത്ത 13-ാമത്തെ വാക്യം കാണുന്നു, ഇസഹാക്ക് വർദ്ധിച്ച് മഹാധനവാനായി തീർന്നു. അതേ നിലയിൽ തന്നെ നിങ്ങൾ നോക്കിയാൽ അതേ സെയിം റിപ്പീറ്റേഷൻ ഇവിടെ സംഭവിക്കുകയാണ്. ഇതാ അബ്രഹാമിൻ്റെ കാലത്ത് തൻ്റെ ഭാര്യയെക്കുറിച്ച് അവൾ സുന്ദരി ആയതുകൊണ്ട് അബീമേലെക്കിൻ്റെ അടുത്ത് അവൻ പറയാണ്, ഇവൾ എൻ്റെ പെങ്ങളാണെന്ന്. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 20-ാം അധ്യായം 2-ാമത്തെ വാക്യം, അബ്രഹാം തൻ്റെ ഭാര്യയെ സാറയെക്കുറിച്ച് അവൾ എൻ്റെ പെങ്ങൾ എന്ന് പറഞ്ഞു. ഗരാരിൽ രാജാവായ അബീമേലെക്ക് ആളയച്ച് സാറയെ കൊണ്ടുപോയി. നിങ്ങൾ നോക്കേ, അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഇതാ ഗരാറിൽ അവൻ എത്തുമ്പോൾ അവൻ്റെ ഭാര്യ സാറയെ ഇതാ അബീമേലെക്ക് രാജാവ് കൊണ്ടുപോവുകയാണ്. എന്നെ കേൾക്കുന്നവരെ, ദൈവം ഇടപെട്ടത് കൊണ്ടാണ് അതിനകത്തുനിന്ന് അബ്രഹാം രക്ഷപ്പെട്ടു വരുന്നത്. അതേ സെയിം റിപ്പീറ്റേഷൻ ഇതാ 26-ാം അധ്യായത്തിൽ ഇസഹാക്കിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം 7-ാമത്തെ വാക്യം, ആ സ്ഥലത്തെ ജനം അവൻ്റെ ഭാര്യയെക്കുറിച്ച് അവനോട് ചോദിച്ചു. അവൾ എൻ്റെ സഹോദരി എന്ന് പറഞ്ഞു. റെബേക്ക സൗന്ദര്യമുള്ളവളാകൊണ്ട് ആ സ്ഥലത്തെ ജനം അവളെ നിമിത്തം തന്നെ കൊല്ലാതിരിക്കേണ്ടതിന് അവൾ എൻ്റെ ഭാര്യ എന്ന് പറയുവാൻ അവൻ ശങ്കിച്ചു. 8-ാമത്തെ വാക്യം, അവൻ അവളെ ഏറെക്കാലം പാർത്ത ശേഷം ഫെലിസ്ത്യരുടെ രാജാവായ അബീമേലെക്ക് കിളിവാതിൽ കൂടി നോക്കി ഇസഹാക്ക് തൻ്റെ ഭാര്യ റെബേക്കയോട് വിനോദിക്കുന്നത് കണ്ടു. 9-ാമത്തെ വാക്യം, അബീമേലെക്ക് ഇസഹാക്കിനെ വിളിപ്പിച്ചു. അവൾ നിന്റെ ഭാര്യയാകുന്നു നിശ്ചയം, പിന്നെ എൻ്റെ സഹോദരി എന്ന് നീ പറഞ്ഞ് എങ്ങനെ എന്ന് ചോദിച്ചതിന് ഇസഹാക്ക് അവനോട്, അവളുടെ നിമിത്തം മരിക്കാതിരിക്കാൻ ആകുന്നു ഞാൻ അങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞു. സെയിം റിപ്പീറ്റേഷനാണ് ഇവിടെ സംഭവിക്കുന്നത്. പക്ഷേ കർത്താവിൻ്റെ വിശ്വസ്തത ഇതാ ഇസഹാക്കിനെ വിടുവിക്കുകയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു വലിയ ആഴം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കെ. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം ശ്രദ്ധിച്ചാൽ ഇതാ യോസേഫ് യാക്കോബിൻ്റെ ഇഷ്ടപുത്രനാണെന്ന് കാണുന്നു. അവൻ്റെ സ്വപ്നം കണ്ടതോടെ ആ സ്വപ്നം തൻ്റെ സഹോദരന്മാരോട് പങ്കുവെക്കുമ്പോൾ അവർക്ക് അവനോട് അസൂയ തോന്നുകയാണ്. കാരണം എന്തെന്ന് ചോദിച്ചാൽ സഹോദരന്മാർ അവനെ നമസ്കരിക്കുന്ന ഒരു കാഴ്ചയാണ് അവൻ കണ്ടത്. ആ നിലയിൽ നിൽക്കുമ്പോൾ തൻ്റെ പ്രിയ പിതാവായ യാക്കോബ് പറയുന്നു, നീ സഹോദരന്മാരുടെ അടുക്കലേക്ക് പോയി അവരെ ക്ഷേമം അന്വേഷിച്ച് അവർക്ക് ആഹാരം കൊടുത്തു വരാനായിട്ട് പറയുകയാണ്. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം, അവർ ഇവിടെ നിന്ന് പോയി നാം ദോദാനിലേക്ക് പോകുക എന്ന് അവർ പറയുന്നത് കേട്ടു എന്ന് പറഞ്ഞു. അങ്ങനെ യോസേഫ് തൻ്റെ സഹോദരന്മാരെ അന്വേഷിച്ച് ചെന്ന് ദോദാനിൽ വെച്ച് കണ്ടു. 19-ാമത്തെ വാക്യം, അതാ സ്വപ്നക്കാരൻ വരുന്നു, വരുവിൻ നാം അവനെ കൊന്ന് ഒരു കുഴിയിൽ ഇട്ട് കളയുക. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ച ഇതാ യോസേഫ് ദോദാനിലെത്തുമ്പോൾ
ആ സഹോദരന്മാർ ഒരുമിച്ച് പറയാണ്, നമ്മുടെ സ്വപ്നക്കാരൻ വരുന്നുണ്ട്, ഇവനെ കൊന്ന് നമുക്ക് കുഴിയിലിട്ട് കളയാം. എന്നാൽ തൻ്റെ സഹോദരന്മാരിൽ ഒരുത്തൻ നിമിത്തം കൊല്ലാൻ അവർക്ക് കഴിഞ്ഞില്ല. എന്നാൽ പൊട്ടക്കിണറ്റിലേക്ക് അവർ വലിച്ചെറിഞ്ഞു. എന്നെ കേൾക്കുന്നവരെ, ആ പൊട്ടക്കിണറ്റിൻ്റെ അനുഭവത്തിൽ, ആ ദോദാനിലെ പരാജയത്തിൽ, അല്ലെങ്കിൽ കൊല്ലുമെന്ന് ഉറപ്പുവരുത്തിയ അനുഭവത്തിൽ നിന്ന് തലമുറകൾ കഴിയുമ്പോൾ ഇരട്ടി പങ്ക് പ്രാപിച്ച എലീശയുടെ അനുഭവത്തിലേക്ക് വരികയാണ്. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ എലീശയെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. എന്നാൽ സമയത്തിൻ്റെ ചുരുക്കത്തിൽ ഞാൻ ഈ പദം വിളിച്ചു പറയുന്നു. ഇതേ ദോദാനിലേക്ക് വർഷങ്ങൾ കഴിഞ്ഞ് നമ്മൾ കടന്നു വരുമ്പോൾ ഇരട്ടി പങ്ക് ലഭിച്ച എലീശയുടെ അടുക്കിലേക്ക് വരികയാണ്. എലീശ അരാം രാജാവ് അന്വേഷിക്കുകയാണ്, അവനെ കൊല്ലുവാനായിട്ട്, അവനെ പിടിച്ചു കെട്ടിക്കൊണ്ടുവരുവാനായിട്ട് സർവ്വസൈന്യത്തെ അയച്ചിരിക്കുകയാണ്. ആ നിലകളിൽ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ എലീശ തൻ്റെ ശിഷ്യന്മാർ പാർക്കുന്ന സ്ഥലം എടുക്കുമെന്ന് കണ്ടിട്ട് അവർ പാർക്കുന്ന സ്ഥലത്ത് വിസ്താരമാക്കിക്കൊണ്ട് ദോദാനിൽ താമസിക്കുകയാണ്. എന്നാൽ അരാം രാജ്യത്തിലെ രാജാവ് എലീശ എവിടെ നിന്ന് കാണുവാനായിട്ട്, കാരണം ഇസ്രായേൽ മക്കളെ ജയിക്കുവാൻ അരാം രാജാവിന് കഴിയാത്തത് കൊണ്ട് എലീശയാണ് അതിൻ്റെ കാരണമെന്ന് മനസ്സിലാക്കി അവനെ പിടിച്ചു കെട്ടുവാൻ നോക്കുകയാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം. നിങ്ങൾ ചെന്ന് അവൻ എവിടെ ഇരിക്കുന്നു എന്ന് നോക്കുവിൻ, ഞാൻ ആളയച്ച് അവനെ പിടിക്കും എന്ന് അവൻ കൽപ്പിച്ചു. അവൻ ദോദാനിൽ ഉണ്ട് എന്ന് അവൻ അറിവ് കിട്ടി. ഈ വായിച്ചു കേട്ട വാക്യത്തിൻ്റെ ആഴത്തിൽ നിന്നുകൊണ്ട് നിങ്ങളോട് ഞാൻ സംസാരിക്കുകയാണ്. രാജാവ് ആളയച്ച് എലീശ പാർക്കുന്ന സ്ഥലം മുഴുവൻ വളഞ്ഞു നിൽക്കുകയാണ്. പ്രഭാതമായപ്പോൾ എലീശയുടെ ബാല്യക്കാരൻ വന്ന് നോക്കുമ്പോൾ അവൻ്റെ വീട് ചുറ്റും അരാം സൈന്യം വളഞ്ഞു നിൽക്കുകയാണ്. അയ്യോ എന്ന് ബാല്യക്കാരൻ വിളിക്കുമ്പോൾ എലീശ മറുപടി പറയുന്ന വാക്യം ശ്രദ്ധിക്കണമെന്ന് ഓർപ്പിക്കുന്നു. 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം. അതിനവൻ പേടിക്കേണ്ട, നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികം എന്ന് പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, എലീശയെ പിടിച്ചു കെട്ടുവാനായിട്ട് പഴയ അനുഭവത്തിൽ യോസഫിനെ അവർ പിടിച്ചു കെട്ടി അവൻ്റെ വസ്ത്രം ഊരിയെടുത്തിട്ട് അവനെ പൊട്ടക്കിണറ്റിലിട്ടെങ്കിൽ ഇതേപോലെ എലീശ ഇരട്ടി പങ്ക് പ്രാപിച്ചവനെ പിടിച്ചു കെട്ടുവാൻ അരാം സൈന്യം വന്നു നിൽക്കുകയാണ്. അവനെ കൊല്ലുവാൻ ഭാവിക്കുന്ന സമയത്ത് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, റിപ്പീറ്റേഷനുകൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുന്ന സെയിം റിപ്പീറ്റേഷനുകൾ എങ്ങനെ പൊളിക്കാമെന്ന് ചോദിച്ചാൽ നിങ്ങൾ അമിത ബലത്തിലേക്ക് വരികയാണ്. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തേക്കും ആത്മാവിൽ സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ ഇപ്പോൾ സ്വീകരിച്ചോ. ഒരു ഇരട്ടി പങ്ക് അഭിഷേകത്തിലേക്ക് വന്നാൽ ചില ചെയിനുകൾ ബ്രേക്ക് ആകാൻ പോവുകയാണ്, ചില എതിരുകൾ അവസാനിക്കാൻ പോവുകയാണ്. എലീശ തൻ്റെ ബാല്യക്കാരൻ്റെ കണ്ണു തുറക്കാൻ പ്രാർത്ഥിക്കുമ്പോൾ യഹോവ അവൻ്റെ കണ്ണു തുറന്നു. എലീശയ്ക്ക് ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും നിൽക്കുന്നുണ്ട്. അഗ്നിമയമായ ദൂതന്മാർ പ്രൊട്ടക്ഷനായി നിൽക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇരട്ടി അഭിഷേകം പ്രാപിച്ചവനെ തൊടാൻ ശത്രുവിന് കഴിയത്തില്ല. ഇന്നലത്തെ റിപ്പീറ്റേഷനുകൾ വരത്തില്ല, കെട്ടപ്പെട്ട അനുഭവങ്ങളിലേക്ക് വരത്തില്ല. നീ അതിനെ ജയിക്കാൻ പോവുകയാണ്. ഇതേ തലം തന്നെ നിങ്ങൾ നോക്കിയാൽ ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ ദൈവം കൽപ്പിച്ചതനുസരിച്ച് അബ്രഹാം തൻ്റെ മകനുമായി മോറിയ ദേശത്ത് ചെല്ലുകയാണ്. തൻ്റെ മകനെ യാഗം കഴിക്കാനായിട്ട്. പക്ഷേ ഉൽപ്പത്തി പുസ്തകം 22-ന്റെ 13-ാമത്തെ വാക്യത്തിൽ അബ്രഹാം തല പൊക്കി നോക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുതൽ കാണുകയാണ്. അവിടെ ഒരു ആട്ടുകൊറ്റൻ കുരുക്കിൽപ്പെട്ട് കിടക്കുകയാണ്. ആ ആട്ടുകൊറ്റനെ പിടിച്ചതാ യാഗം കഴിക്കുന്നു. ആ യാഗത്തിന് ശേഷം ദൈവം അബ്രഹാമിനോട് പറയാണ്, ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിച്ച് നിന്റെ തലമുറകളെ ഞാൻ വർദ്ധിപ്പിക്കും. യാഗം കഴിഞ്ഞ ശേഷം അബ്രഹാമിനെ നോക്കി ദൈവം പറഞ്ഞു, നീ ഇത് ചെയ്തത് കൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിച്ച് നിന്റെ തലമുറകളെ ഞാൻ വർദ്ധിപ്പിക്കും. എന്നെ കേൾക്കുന്നവരെ, ദൈവത്തെ അനുസരിച്ച് ആ മോറിയ മലയിൽ ആ ആട്ടുകൊറ്റനെ യാഗം കഴിച്ചതുകൊണ്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, ഒരു മകനെയും ഒരു പിതാവിനെയുമാണ് ആ മോറിയ മലയിൽ കാണുന്നത്. അതേ മലയിൽ തന്നെ 2 ദിനവൃത്താന്തം 3-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് വന്നാൽ ദാവീദിനെയും ദാവീദിന്റെ സന്തതി ശലോമോനെയും നമുക്ക് കാണാൻ കഴിയും. അനന്തരം ശലോമോൻ യെരൂശലേമിൽ തൻ്റെ അപ്പനായ ദാവീദിന് യഹോവ പ്രത്യക്ഷനായ മോറിയ പർവ്വതത്തിൽ യെബൂസ്യനായ ഒർനാനിന്റെ കളത്തിൽ ദാവീദ് ഒരുക്കിയിരുന്ന സ്ഥലത്ത് യഹോവയുടെ ആലയം പണിയാൻ തുടങ്ങി. അബ്രഹാം യാഗം കഴിച്ച സ്ഥലത്ത് ദാവീദിന് ദൈവം പ്രത്യക്ഷമായ അതേ മോറിയ മലയിൽ അവൻ്റെ മകനായ ശലോമോൻ ദൈവത്തിന് ആലയം പണിയുകയാണ്. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഇതിൻ്റെ 7-ാമത്തെ അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യമുണ്ട്. ശലോമോൻ രാജാവ് 20,000 കാളയും 1,20,000 ആടുകളെയും യാഗം കഴിച്ചു. ഇങ്ങനെ സർവ്വജനവും ദേവാലയത്തെ പ്രതിഷ്ഠിച്ചു. നിങ്ങൾ നോക്കി, 22,000 കാളയും 1,20,000 ആടുകളെയും അവിടെ യാഗം കഴിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരപ്പനും മകനും ഒരാട്ടുകൊറ്റന് യാഗം കഴിച്ചെടുത്ത് സെയിം റിപ്പീറ്റേഷനുകളല്ല വന്നത്. ഒരു ഭയങ്കര വർധനം, മാനുഷിക നിലയിൽ ചിന്തിക്കാൻ പറ്റാത്ത ഒരു വലിയ ആഴം അവിടെ വെളിപ്പെടുകയാണ്. ആഴമായി ശ്രദ്ധിക്കുന്നതിനെ നോക്കി ഞാൻ വിളിച്ചു പറയുന്നു, പത്രോസെ, നീ കർത്താവിനെ കണ്ടുമുട്ടിയത് ഒഴിഞ്ഞ പടകിലാണെങ്കിൽ ആ പടകിൻ്റെ നിറവ് കണ്ടിട്ട് നീ കർത്താവിൻ്റെ കാൽക്കൽ വീണെങ്കിൽ ഇനിയൊരു റിപ്പീറ്റേഷൻ നിന്റെ ജീവിതത്തിൽ സമ്മതിക്കാത്ത രീതിയിൽ കർത്താവ് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ്
എഴുന്നേറ്റ് തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ പത്രോസും കൂട്ടരും അർദ്ധരാത്രി മുതൽ ഒരു മീനും കിട്ടാതെ ഭാരപ്പെട്ട് നിൽക്കുകയാണ്. കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറയുന്നു, ഒരു ചെറിയ മീൻ പോലും ഞങ്ങൾക്ക് ലഭിച്ചില്ലെന്ന് പറയും. റിപ്പീറ്റേഷനാണ്. പക്ഷേ വലത് സൈഡിലേക്ക് വല നീക്കി ഇറക്കാൻ പറയുമ്പോൾ 153 പെരുത്ത മീനുകളെ കിട്ടുകയാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ കണ്ണുനീരിൻ്റെ റിപ്പീറ്റേഷനുകൾ സംഭവിക്കത്തില്ല. ഞാൻ ആരെയും നോക്കി വിളിച്ചു പറയും, എന്നും വാടക വീട്ടിനകത്ത് കയറി ഇറങ്ങി നിൽക്കുന്നിടത്ത് ഒരു ബ്രേക്ക് ത്രൂ സംഭവിക്കാൻ പോവുകയാണ്. ഒന്നുകൂടെ ഞാൻ ആരെയും നോക്കി ആത്മാവിൽ വിളിച്ചു പറയാം, നിൻ്റെ ജീവിതത്തിനകത്ത് ജോലി നഷ്ടപ്പെട്ട് മാത്രം പോയിക്കൊണ്ടിരുന്ന ഒരു കാലം മാറുന്ന ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ജോലിയിലേക്ക് ഇത് കയറുകയാണ്. നാളുകളായിട്ട് തലമുറയ്ക്ക് ഒരു കല്യാണം ആലോചിച്ച് അവസാനം വരുമ്പോൾ ആ കല്യാണം മുടങ്ങിപ്പോകുന്ന റിപ്പീറ്റേഷനുകൾ ഇനി സംഭവിക്കത്തില്ല. അത്ഭുതവാതിൽ തുറക്കാൻ പോകുന്നു. കണ്ണുകളൊന്ന് അടയ്ക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോൾ തന്നെ വിസായുടെ വാതിലുകൾ തുറക്കട്ടെ. ഇപ്പോൾ തന്നെ നന്മ വെളിപ്പെട്ട് വരട്ടെ. കർത്താവെ, ഞാൻ വിശ്വസിച്ചുകൊണ്ട് ഹല്ലേലൂയ സുജി എന്ന് പറയുന്ന ഒരു പേര് കാണിക്കുന്ന ഒരു അത്ഭുതം സംഭവിക്കുകയാണ്. കർത്താവെ, ഞാൻ ഒരുമിച്ച് ചേർന്ന് എന്നെ കാണുന്ന ചിലവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇപ്പോൾ തന്നെ അവരുടെ വഴി തുറക്കുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ആത്മാവിൽ ഇങ്ങനെ ഒന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നപ്പാ, ഇന്ന് എൻ്റെ കൂടെ വിസായിക്ക് ഭാരപ്പെടുന്നവർ, ഹല്ലേലൂയ, മുമ്പോട്ട് വഴിയില്ലെന്ന് പറയുന്നു, അവരെല്ലാം ജീവിതത്തിനകത്ത് അത്ഭുതകരമായ വിടുതലുകൾ, ഇനി ഒരു കണ്ണുനീരിൻ്റെ റിപ്പീറ്റേഷൻ അല്ല, അത്ഭുത വിടുതൽ സംഭവിച്ചിരിക്കുകയാണ്. അത്ഭുത സൗഖ്യം സംഭവിച്ചിരിക്കുകയാണ്. അത്ഭുതവാതിൽ തുറന്നിരിക്കുന്നു. എൻ്റെ ദൈവം ഇവർക്ക് വേണ്ടി പ്രവർത്തിച്ചതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ. പ്രിയരേ, ഈ വചന സന്ദേശം നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുകയാണ്. എന്നെ കേൾക്കുന്നവരെ ഒരുമിച്ച് പ്രാർത്ഥനയോടെ ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ വാട്സാപ്പിലേക്ക് വിളിക്കാൻ പറ്റുന്നവർ, നേരിട്ട് വിളിക്കാൻ പറ്റുന്നവർ ഒരുമിച്ച് വിളിച്ചാട്ടെ. ദൈവം നിങ്ങൾക്ക് വേണ്ടി വലിയ അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുന്നു. അതേപോലെ തന്നെ സെപ്റ്റംബർ മാസം 11, 12, 13 തീയതികളിൽ കൊല്ലത്ത് വെച്ച് 72 മണിക്കൂർ കണ്ടിന്യൂ ആയിട്ടുള്ള പ്രാർത്ഥന നടക്കുന്നു. ഏകദേശം 15ഓളം ദൈവാസന്മാർ ഞാൻ നിങ്ങളെ ആ 3 ദിവസവും നിങ്ങളെ ശുശ്രൂഷിക്കാനായിരിക്കുന്നു. നിങ്ങളിപ്പോൾ തന്നെ ഉറപ്പാക്കുക, സീറ്റ് ഉറപ്പാക്കി നിങ്ങൾ വേഗത്തിൽ കടന്നു വരണമെന്ന് ഓർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി നമുക്ക് ഒരുമിച്ച് കാണാൻ, ഒരു വലിയ കരം കാണാനായിട്ട് നമുക്ക് ഒരുമിക്കാം. അധികം മാനിക്കട്ടെ. എങ്കിൽ എന്നെ കേൾക്കുന്നവരെ, തൃശ്ശൂർ, എറണാകുളം, കൊല്ലം, കുണ്ട്ര, തിരുവനന്തപുരത്തൊക്കെ നമ്മുടെ ആരാധന നടക്കുകയാണ്. നിങ്ങളിപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യണം. നേരിട്ട് കാണാനുള്ള സൗകര്യങ്ങളുണ്ട്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യട്ടെ. ഇപ്പോൾ തന്നെ ദൈവം നിങ്ങളെ മാനിക്കട്ടെ. വീണ്ടും അടുത്ത ദിവസം കാണും വരെയും കർത്താവ് നിങ്ങളെ മാനിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.